പിന്നെ ഒരു വർത്താനുണ്ട്. എന്താണെന്ന് വെച്ചാ പറ. യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ കോമണർ എന്ന് പറയുന്ന പദത്തിനോട് 100% നീതി പുലർത്തിയേക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് ഉള്ളത് എന്റെ സീസണിൽ വന്ന ഗോപികയാണ്. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായില്ല. പ്യുവർ കോമണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഗോപികയെ സെലക്ട് ചെയ്തിരുന്നത്. ജെന്യുവിൻ സെലക്ഷൻ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? സീസൺ 7 ഞാൻ വിശ്വസിക്കുന്നില്ല ആ സെലക്ഷൻ ജെന്യുവിൻ ആണെന്നുള്ള കാര്യം. അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചത്? കോമണർ ആയിട്ട് വേറൊരാളെ എടുക്കാമായിരുന്നു. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ റിയൽ സാധാരണക്കാരന്റെ റെപ്രസെന്റേറ്റീവ് എന്ന് സമൂഹത്തിന് തോന്നിപ്പിക്കുന്ന ഒരാളെ അവർക്ക് പരിഗണിച്ചുകൊണ്ട് അനീഷിനെ ഇപ്പൊ നെവിനെ നമുക്കറിയില്ല. വിചാരിച്ചോടോ? സത്യം, അത് എന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടാതെ നോക്കണോ. ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമുകളിൽ വന്നിട്ടുള്ള ഇപ്പൊ യൂട്യൂബിലായാലും അല്ലാതായാലും സജീവമായി നിന്നിട്ടുള്ള സീസണിൽ ഓഡിഷന് പോയിട്ടുള്ള എന്ന് ഞാൻ അറിഞ്ഞതാണ്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണ എന്തിനാ? അപ്പൊ മുമ്പത്തെ സീസണിൽ ഓഡിഷനിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്രാവശ്യത്തേക്ക് അറിയാം ഇയാളെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ മേ ബി പരിഗണിച്ചതാകാം. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. അതായത് കോമണർ കാറ്റഗറിയിലൂടെ ഞങ്ങൾ ഇയാളെ സെലക്ട് ചെയ്യാം എന്ന് കരുതി അവർ പരിഗണിച്ചിട്ട് ആ കാറ്റഗറിയിലേക്ക് ഉൾക്കൊള്ളിച്ചതാകാം. നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടോണ്ടിരിക്കണേ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഒരു കോമണർ അല്ല, പല പ്ലാറ്റ്ഫോമിൽ കോമ്പറ്റീഷൻ. അത് കോമണർ ആയിട്ടാണല്ലോ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത്. അപ്പൊ കോമണർ തന്നെയാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ പറയുന്ന പോലെ പുള്ളി ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ നിന്ന് വന്നതാണെന്ന് പറയാം. പക്ഷെ ഇത് എന്ന് പറയുന്നത് പുള്ളി അത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അല്ലാതെ റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആങ്കറോ അങ്ങനത്തെ പോലും അല്ല. പിന്നെ ന്യൂസ് റീഡർ എന്ന് പറയുന്നത് അതും ഒരു ചെറിയ ചാനലിലെന്തോ ആണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നീ ഇത്ര ചെറ്റയായി പോയല്ലോ എന്റെ പൊന്ന് സാർ. റഷ്യം വിപ്ലവ എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ സോഡ് കുടിക്കും.